Hi guys, welcome back to my YouTube channel Medical Study with me Anu. Myself Anupama. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഒരു മൈക്രോബയോളജി ടോപ്പിക്കാണ് ട്യൂബർകുലോസിസിൻ്റെ. ഇതിൽ നമുക്കറിയാം റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ ആ ഒരു പാർട്ടിൽ നിന്ന് വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എസ്സേ ടോപ്പിക്കാണ് ട്യൂബർകുലോസിസ്. ഇതിൻ്റെ പാർട്ട് 1 വീഡിയോ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് അത് കാണാതെ ഇത് കാണണ്ട, ജസ്റ്റ് അത് കണ്ടിട്ട് വാ. കാരണം ഇതിനകത്ത് കുറച്ച് പോർഷനെ പറയുന്നുള്ളൂ. പാർട്ട് 1 വീഡിയോയിലായിരുന്നു ഒരു മെജോറിറ്റി ട്യൂബർകുലോസിസിൻ്റെ കാര്യങ്ങൾ പറഞ്ഞത്. അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്തൊക്കെ എസ്സേ ചോദിക്കുകയാണെങ്കിൽ ഈ ടോപ്പിക്കിനിടയിൽ എന്തൊക്കെ എഴുതണം എന്നൊക്കെ ഉള്ളത് നോട്ടായിട്ട് തന്നെ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് പാർട്ട് 2 വീഡിയോ ആണ്, കണ്ടിന്യൂഷൻ വീഡിയോ ആണ്. സോ പാർട്ട് 1 വീഡിയോ കണ്ടിട്ട് പാർട്ട് 2 വീഡിയോയിലേക്ക് വരാം. നമുക്കിനി നേരെ വീഡിയോയിലേക്ക് പോകാം. എക്സ്ട്രാ പൾമണറി ട്യൂബർകുലോസിസ്. എന്തുകൊണ്ട് ഈ എക്സ്ട്രാ പൾമണറി ട്യൂബർകുലോസിസ് വരുന്നത്? ദേ റിസൾട്ട് ഫ്രം ഹെമറ്റോജിനസ് ഡിസമിനേഷൻ ഓഫ് ട്യൂബർക്കൽ ബാസിലെ ടു വേരിയസ് ഓർഗൻ. ഹെമറ്റോജിനസ് ഡിസമിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ബ്ലഡിലൂടെ സ്പ്രെഡ് ആവുകയാണ് ഓഫ് എന്തിൻ്റെ? ട്യൂബർക്കൽ ബാസിലയുടെ ബ്ലഡിലൂടെയുള്ള സ്പ്രെഡ് ടു വേരിയസ് ഓർഗൻസ് കോസസ് എക്സ്ട്രാ പൾമണറി ട്യൂബർകുലോസിസ്. Based on the common sites, they are divided into, there are different types, there are nearly 11, more than 11 ഉണ്ട്. ഇവിടെ 11 types of extra pulmonary TB നെ കുറിച്ചാണ് പറയുന്നത്. ഫസ്റ്റ് ട്യൂബർക്കുലസ് ലിംഫാഡിനൈറ്റിസ്. ഈ ട്യൂബർക്കുലസ് ലിംഫാഡിനൈറ്റിസ് കൂടുതലായിട്ടും ചിൽഡ്രൻസിലാണ് കാണുന്നത്. ഇതെങ്ങനെ മാനിഫെസ്റ്റ് ആവുന്നത്? ദേ ആർ പെയിൻലെസ് സ്വെല്ലിംഗ് ഇൻ ദി നെക്ക് റീജിയൻ വിത്തൗട്ട് വാംത്ത് ഓർ കോൾഡ്. നെക്ക് റീജിയനിലുള്ള ഒരു പെയിൻലെസ് ആയിട്ടുള്ള സ്വെല്ലിംഗ് ഉണ്ടാവും. ആ സ്വെല്ലിംഗ് ചൂടും തണുപ്പും ഒന്നും ഫീൽ ചെയ്യില്ല. ആ സ്വെല്ലിങ്ങിന് ചൂടും തണുപ്പും ഒന്നുമില്ല. കൂടാതെ പെയിൻഫുൾ അല്ല, ജസ്റ്റ് ഒരു സ്വെല്ലിംഗ് ഇൻ ദി നെക്ക് റീജിയൻ. ഇറ്റ് ഈസ് ഡ്യൂ ടു, എന്തുകൊണ്ടാണ് സ്വെല്ലിംഗ് വന്നത്? ഈ ലിംഫ് നോഡ് എൻലാർജ് ആയതുകൊണ്ട്. എന്ത് ലിംഫ് നോഡ്? സുപ്രാ ക്ലാവിക്കുലർ ലിംഫ് നോഡ് എൻലാർജ് ആവുക, അല്ലെങ്കിൽ പോസ്റ്റീരിയർ സെർവൈക്കൽ ലിംഫ് നോഡ്സ് എൻലാർജ് ആകുമ്പോഴാണ് ട്യൂബർക്കുലസ് ലിംഫാഡിനൈറ്റിസ് സിംറ്റമായിട്ട് പ്രസൻറ്റ് ചെയ്യുന്നത്. Then pleural tuberculosis. Pleural tuberculosis എന്ന് പറയുമ്പോൾ it is due to rupture of a cavity into pleural space with the spillage of tubercle bacilli. ഈ പൾമണറി ട്യൂബർകുലോസിസ് ഉള്ള ഒരാൾക്ക് ക്യാവിറ്റിയിലിരിക്കുന്ന ഈ ട്യൂബർക്കിൾ ബാസിലി ഉണ്ടല്ലോ, ട്യൂബർക്കിൾ ബാസിലിയുടെ സ്പില്ലേജ് എവിടേക്ക് സ്പ്രെഡ് ആകും? റപ്ചർ. ഈ സ്പില്ലേജ് ഓഫ് ട്യൂബർക്കിൾ ബാസിലി പ്ലൂറൽ സ്പേസിലേക്ക് റപ്ചർ ആകുമ്പോൾ പ്ലൂറൽ ട്യൂബർകുലോസിസ് വരും. ഓർ ബ്രോങ്കോ പ്ലൂറൽ ഫിസ്റ്റുല വഴി എന്ത് സംഭവിക്കും? പ്ലൂറയിലേക്ക് സ്പ്രെഡ് ആവും. അങ്ങനെ പ്ലൂറൽ ട്യൂബർകുലോസിസ് വരും. ട്യൂബർകുലോസിസ് ഓഫ് അപ്പർ എയർവേ എന്ന് പറയുമ്പോൾ ഇറ്റ് കോസസ് ഡിസ്ഫോണിയ, ഡിഫിക്കൽട്ടി ഇൻ ആർട്ടിക്കുലേറ്റിംഗ് വേർഡ്സ്, ഡിസ്ഫോണിയ, ഹോഴ്സിനെസ് ഓഫ് വോയിസ്. ദെൻ ക്രോണിക് ആയിട്ടുള്ള പ്രൊഡക്റ്റീവ് കഫ്, പ്രൊഡക്റ്റീവ് ആണ്, സോ സ്പ്യൂട്ടം പ്രൊഡക്ഷൻ ഉണ്ട്. Then these are the clinical symptoms and the structures involved are larynx, epiglottis and pharynx. Next is genitourinary tuberculosis. Genitourinary tuberculosis എന്ന് പറയുമ്പോഴത്തേക്കും റീനൽ ടി ബി വരാം ആൻഡ് ജെനൈറ്റൽ ടി ബി വരാം. ജെനൈറ്റൽ ടി ബി എന്ന് പറയുമ്പോൾ ഫീമെയിലിനും മെയിലിനും എഫക്റ്റ് ചെയ്യുന്ന ഓർഗൻസ് വേറെയാണ്. ഫീമെയിലാണെങ്കിൽ ഇറ്റ് എഫക്ട്സ് ഫെലോപ്പിയൻ ട്യൂബ് ആൻഡ് എൻഡോമെട്രിയം, റിപ്രൊഡക്റ്റീവ് ഓർഗൻസിനെ എഫക്റ്റ് ചെയ്യും. മെയിലിൻ്റെ റിപ്രൊഡക്റ്റീവ് ഓർഗനിലെ എപ്പിഡിഡൈമസിനെയാണ് ഇത് എഫക്റ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് സ്കെലറ്റൽ ടി ബി. സ്കെലറ്റൽ ടി ബി എന്ന് പറയുമ്പോൾ അറിയാലോ, ഇറ്റ് എഫക്ട്സ് ബോൺസ് ഓർ ജോയിൻറ്റ്സ്. വെയ്റ്റ് ബിയറിംഗ് ജോയിൻസിനെയാണ് സ്കെലറ്റൽ ടി ബി കൂടുതലായിട്ടും എഫക്റ്റ് ചെയ്യുന്നത്. ഇറ്റ് കോസസ് ടി ബി ട്യൂബർക്കുലസ് സ്പോണ്ടൈലൈറ്റിസ് ഓർ പോഡ്സ് ഡിസീസ്. ഇൻ അഡ്വാൻസ്ഡ് സ്റ്റേജ് ഇറ്റ് കോസസ് കൈഫോസിസ് ആൻഡ് കോൾഡ് ആപ്സിസ്. ദെൻ ടി ബി ഓഫ് CNS, മെയിൻലി ചിൽഡ്രൻസിലാണ് കാണുന്നത്. ഇറ്റ് മാനിഫെസ്റ്റഡ് ആസ് ട്യൂബർക്കുലോമ ഓർ ട്യൂബർക്കുലസ് മെനിഞ്ചൈറ്റിസ് ഓർ ട്യൂബർക്കുലോമ. ഇറ്റ്സ് എ ക്യാൻസറസ് കണ്ടീഷൻ. ദെൻ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റിനൽ ടി ബി എന്ന് പറയുമ്പം മെയിൻ സൈറ്റാണ് പറയുന്നത്. എവിടെ? GIT എന്ന് പറയുമ്പോൾ ഇത് വലിയ സിസ്റ്റം ആണല്ലോ. ഇതിലെവിടെ ഈ ടി ബി കൂടുതലായിട്ടും കൊളനൈസ് ചെയ്യുന്നത്? ടെർമിനൽ ഇലിയം ആൻഡ് സീക്കത്തിലാണ് ഇത് ഇഫക്റ്റ് ചെയ്യുന്നത്. ആൻഡ് റൂട്ട് ഓഫ് സ്പ്രെഡ് ഈസ് ത്രൂ ദി സ്വാളോ ഓഫ് ഇൻഫെക്റ്റഡ് സ്പ്യൂട്ടത്തിൻ്റെ സ്വാളോ വഴി, അല്ലെങ്കിൽ ഇൻഫെക്റ്റഡ് കൗ മിൽക്ക്. അങ്ങനെയാണ് എന്ത് സ്പ്രെഡ് ചെയ്യുന്നത്? മൈക്രോബാക്ടീരിയം ബോവിസ്, ട്യൂബർകുലോസിസ് ഉണ്ടാക്കുന്ന മൈക്രോബാക്ടീരിയം ബോവിസിൻ്റെ സ്പ്രെഡ് വരുന്നത്. ദെൻ ടി ബി പെരികാർഡൈറ്റിസ്. പെരികാർഡിയം എന്ന് പറയുമ്പം എന്തിൻ്റെ ലെയറാണ് പെരികാർഡിയം? ഹാർട്ടിൻ്റെ ലെയറാണല്ലേ. സോ ടി ബി പെരികാർഡൈറ്റിസ് എന്ന് പറയുമ്പോൾ ഇൻഫ്ലമേഷൻ ഓഫ് പെരികാർഡിയം ഡ്യൂ ടു ട്യൂബർക്കുലസ് ബാസിലി. ഇതെവിടെ? ഡയറക്റ്റ് എക്സ്റ്റൻഷൻ ഫ്രം ദി അഡ്ജസൻറ്റ് ലിംഫ് നോഡ്സ് ഓർ ഫോളോയിങ് ഹെപ്പറ്റോജനസ് സ്പ്രെഡ്. ത്രൂ ബ്ലഡ് ഒരു സ്പ്രെഡ് ചെയ്യാം, അല്ലെങ്കിൽ അഡ്ജസൻറ്റ് ലിംഫ് നോഡ് വഴി എവിടേക്ക് എത്തും? പെരികാർഡിയത്തിലേക്ക് എത്തും. അങ്ങനെ പെരികാർഡൈറ്റിസ്, ടി ബി പെരികാർഡൈറ്റിസ് വരും. നെക്സ്റ്റ് ഇസ് ടി ബി സ്കിൻ ലീഷൻസ്. സ്കിൻ ലീഷൻസ് എന്ന് പറയുമ്പോഴത്തേക്കും സ്ക്രോഫുൾ ഡെർമ ആൻഡ് ലൂപ്പസ് വൾഗാരിസ്. സ്ക്രോഫുൾ ഡെർമ ഇസ് എ സ്കിൻ കണ്ടീഷൻ
വിച്ച് എക്സ്റ്റെൻസ് ഫ്രം ദി ട്യൂബർക്കുലസ് ലിംഫാഡിനൈറ്റിസ്. ഈ ലിംഫാഡിനൈറ്റീസിന് വരുന്ന എക്സ്റ്റൻഷനാണ് ട്യൂബർക്കുൽ ബാസിലിയുടെ ടു ദി സ്കിൻ. ഇറ്റ്സ് എ സ്കിൻ കണ്ടീഷൻ, സ്ക്രോഫൽ ഡെർമ ഓർ ലൂപ്പസ് വൾഗാരിസ്. ആൻഡ് ലൂപ്പസ് വൾഗാരിസ് എന്ന് പറയുമ്പോൾ എന്താ, ഇറ്റ്സ് എൻ ആപ്പിൾ ജെല്ലി നൊഡ്യൂൾസ് ഓവർ ദി സ്പേസ് ഇൻ വുമൻ്റെ ഫേസിൽ വരുന്നൊരു ആപ്പിൾ ജെല്ലി നൊഡ്യൂളാണ് ലൂപ്പസ് വൾഗാരിസ്. ദെൻ മിലിയറി ഓർ ഡിസമിനേറ്റഡ് ടി ബി. മിലിയറി ഓർ ഡിസമിനേറ്റ് ഈ പേരിൽ തന്നെ ഉണ്ട്. മിലിയറി എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ബിക്കോസ് ഇറ്റ് ഈസ് മില്ലറ്റ് സീഡ് ലൈക്ക് സ്ട്രക്ചർ, മില്ലറ്റ് സീഡ് ലൈക്ക് ലീഷൻ. സോ മില്ലറ്റ് സീഡ് ലൈക്ക് ലീഷൻ ഇത് ആക്ച്വലി ഒരു ഗ്രാനുലോമാറ്റസ് ലീഷനാണ്. ഈ ഗ്രാനുലോമാറ്റസ് ലീഷൻ സ്പ്രെഡ് ചെയ്യുന്നത് ത്രൂ ബ്ലഡ്, ദാറ്റ് ഇസ് ഹെമറ്റോജിനസ് സ്പ്രെഡ്. ആൻഡ് ദി ലാസ്റ്റ് വൺ ഇറ്റ് ഈസ് പോസ്റ്റ് ട്യൂബർക്കുലർ ആസ്പെർജില്ലോസിസ്. സോ പോസ്റ്റ് ട്യൂബർക്കുലർ ടി ബി ആസ്പെർജിലോസിസ് എന്ന് പറയുമ്പോൾ തന്നെ ഈ പേരിൽ തന്നെ ഉണ്ട് പോസ്റ്റ് ട്യൂബർക്കുലസ്, ആഫ്റ്റർ ടി ബി വന്നൊരാൾക്ക് ആണ് ഇത് വരുന്നത്. ഈ ആസ്പെർജില്ലോസിസ് എന്ന് പറഞ്ഞൊരു ആസ്പെർജില്ലസ് ഫ്യൂമിഗാറ്റസ് എന്ന് പറഞ്ഞൊരു ഓർഗാനിസമാണ്. ഈ ഓർഗാനിസം ഈ ടി ബി വന്നു കഴിയുമ്പോൾ ഒരു ക്യാവിറ്റി ഫോം ചെയ്യും. ആ ക്യാവിറ്റിയിൽ ഈ ആസ്പെർജില്ലസ് ഫ്യൂമിഗേറ്റസ് എന്ന് പറഞ്ഞൊരു ഓർഗാനിസം കൊളോണൈസ് ചെയ്യും. അങ്ങനെ ദേ ആർ മാനിഫെസ്റ്റഡ് ആസ് റെസ്പിറേറ്ററി ഇമ്പയർമെൻറ്റ്, ഹീമോടൈസിസ് ആൻഡ് വെയ്റ്റ് ലോസ്. ഇത്രയാണ് എക്സ്ട്രാ പൾമണറി ടി ബി. ഇത് നമുക്ക് സുഖമായിട്ട് ഓർക്കാം. എങ്ങനെ ഓർക്കും? എക്സ്ട്രാ പൾമണറി ആണല്ലോ, ഈ ലങ്സിൻ്റെ വെളിയിൽ അങ്ങനെ ഓർക്കാം. അപ്പോൾ ലങ്സിൻ്റെ ചുറ്റിനും ആരാ ഉള്ളത്? പ്ലൂറ. സോ പ്ലൂറൽ ട്യൂബർക്കുലോസിസ്. ദെൻ ലങ്സിൻ്റെ മേളിലേക്ക് പോകുമ്പോൾ എന്താ ഉള്ളത്? റെസ്പിറേറ്ററി ട്രാക്റ്റ് അല്ലേ, അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റ് എന്ന് ഓർക്കുക. സോ ട്യൂബർക്കുലോസിസ് ഓഫ് അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റ്. പിന്നെ പുറമേ സ്കിന്നുണ്ട്, സ്കിൻ ലീഷൻസ്, ടി ബി സ്കിൻ ലീഷൻസ് വരാം. ദെൻ ലങ്സിന് രണ്ട് സൈഡിൽ ആരാ ഉള്ളത്? ലങ്സിന് ചുറ്റും എന്തൊക്കെയുള്ളതെന്ന് ഓർക്കാം ആദ്യം. ലങ്സിന് രണ്ട് സൈഡിലും ആരാ ഉള്ളത്? ഹാർട്ടിൻ്റെ പെരികാർഡിയത്തിൽ എഫക്റ്റ്, പെരികാർഡൈറ്റിസ്. പിന്നെ ഈ ട്രക്കിയയുടെ ബാഗ്, ഈ ലങ്സിലേക്ക് ട്രക്കിയ പോവുമല്ലോ, ഈ ട്രക്കിയയുടെ ബ്രോങ്കസ് ഒക്കെ പോവില്ല, ട്രക്കിയ ബ്രോങ്കിയായി ബ്രോങ്കസായി രണ്ട് ബ്രോങ്കിയോൾസ് ആയിട്ട് അങ്ങനെ സ്പ്ലിറ്റായി പോവുമല്ലോ. അപ്പോൾ ട്രക്കിയുടെ പുറകിലാണ് ഉള്ളത് ഈസോഫാഗസ്. ഈസോഫാഗസ് എന്ന് പറയുമ്പോൾ GI-യുടെ പാട്ടാണ്. അങ്ങനെ GI ഇൻഡസ്റ്റൈനിൽ എഫക്റ്റ് ചെയ്യും, ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ ടി ബി വരാം. ദെൻ ഇതുകൂടാതെ താഴേക്ക് മാത്രമാണ് അഫക്റ്റ് ചെയ്യുന്നത്. ഇനിയുണ്ട് താഴേക്ക് പോകുമ്പോൾ വേറെയും പറയാം. ജെനൈറ്റോ യൂറിനറി ടി ബി ഉണ്ട്, റീനൽ ടി ബി ഉണ്ട്, ജെനൈറ്റൽ ടി ബി ഉണ്ട്. ദെൻ ഡിസമിനേറ്റഡ് ആയിട്ടുള്ള ടി ബിയും പോസ്റ്റ് ടി ബിയും. ഒരു ടി ബി വന്ന് മോളിക്കുലർ ടെക്നിക്, മോളിക്കുലർ മെത്തേഡ്സ് വിച്ച് ആർ PCR ഡിറ്റക്ടിങ് IS61110 ജീൻ. സോ PCR ഡിറ്റക്ട് ചെയ്യും. PCR എന്താ ഡിറ്റക്ട് ചെയ്യുന്നത്? IS6110 ജീൻ. Then CB-NAT are used for gene export and TrueNAT for identification and detection of the resistance to rifampicin. റിഫാംപിസിനുള്ള റെസിസ്റ്റൻസ് നോക്കാനാണ് CB-NAT യൂസ് ചെയ്യുന്നത്. ദെൻ ലൈൻ പ്രോബ് assay for detection, for identification and detection of resistance to first line and second line anti-TB drugs. ലാസ്റ്റ് പറ്റി ഡയഗ്നോസിസ് ഓഫ് ലേറ്റൻറ്റ് ടി ബി. ഇതോടെ ലാബ് ഡയഗ്നോസിസ് ഉണ്ട് ചെയ്യാൻ കേട്ടോ. ഡയഗ്നോസിസ് ഓഫ് ലേറ്റൻറ്റ് ടി ബി, ദാറ്റ് ഈസ് ട്യൂബർക്കുലിൻ സ്കിൻ ടെസ്റ്റ് ആണ്. എക്സാമ്പിൾ മാൻടോക്സ് ടെസ്റ്റ് ആൻഡ് INF ഗാമ assay, ദാറ്റ് ഈസ് ഇൻ്റർഫെറോൺ ഗാമ assay, IGFA. നോ ട്രീറ്റ്മെൻറ്റ് ഓഫ് ട്യൂബർക്കുലോസിസ്. ഇതാണ് ട്രീറ്റ്മെൻറ്റ് ഓഫ് ട്യൂബർക്കുലോസിസ്. ഇതിനകത്ത് ഫസ്റ്റ് ലൈൻ ഡ്രഗ്സ് ഏതൊക്കെയാണ്? ഐസോനയാസിഡ്, റിഫാംപിസിൻ, പൈറസിനാമൈഡ്, എത്താംബുറ്റോൾസ് ആർ ദി ഫസ്റ്റ് ലൈൻ ഡ്രഗ് അഗെയിൻസ്റ്റ് ടി ബി. വേറസ് ഇത് ഡ്രഗ് സെൻസിറ്റീവ് ടി ബിക്ക് അഗെയിൻസ്റ്റാണ്. ഈ ഡ്രഗ് റെസിസ്റ്റൻറ്റ് ടി ബി ആണെങ്കിൽ ഈ ഡ്രഗിനോടൊക്കെ റെസിസ്റ്റൻസ് ഉള്ളവർക്കോ ഫ്ലൂറോക്വിനോലോൺസ് ഉണ്ട്. ഫ്ലൂറോക്വിനോലോൺസ് എന്ന് പറയുമ്പോൾ ഒഫ്ലോസാസിൻ, ലെവോഫ്ലോസാസിൻ, മോക്സിഫ്ലോസാസിൻ എക്സെട്ര. ദെൻ ലെനിസോളിഡ്സ് എക്സെട്ര. ഇതൊരു ന്യൂവർ ഡ്രഗാണ്, പെഡാക്വിൻലിൻ. അതുകൂടാതെ ക്ലോഫാസിമിൻസ്, സൈക്ലോസെറിൻസ് എക്സെട്ര യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ അമിക്കസിൻ, സ്ട്രെപ്റ്റോമൈസിൻസ്, എത്തിയോണമൈഡ് എക്സെട്ര. ആൻഡ് ഇതിനകത്ത് ഫസ്റ്റ് ലൈൻ ഡ്രഗ്സാണ് കൂടുതൽ ഓർത്തിരിക്കേണ്ടത്. ഏതൊക്കെയാണ്? ഐസോനയാസിഡ്സ്, റിഫാംപിസിൻ, പൈറസിനാമൈഡ്, എത്താംബ്യൂട്ടോൾ. Treatment of anti-tuberculosis drug. First of all, tuberculosis using anti-tuberculosis drug. First line drug ഏതൊക്കെയാണ്? They used for the treatment of drug susceptible TB. Drug susceptible ആയിട്ടുള്ള ടി ബിക്ക് വേണ്ടിയിട്ടാണ് ഫസ്റ്റ് ലൈൻ ഡ്രഗ്സും. സെക്കൻഡ് ലൈൻ ഡ്രഗ്സ് ആർ യൂസ്ഡ് ഫോർ ട്രീറ്റിംഗ് ദി ഡ്രഗ് റെസിസ്റ്റൻറ്റ് ടി ബി. സോ എന്തൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞത്? ഫസ്റ്റ് ലൈൻ ഡ്രഗിൻ്റെ കാര്യം പറഞ്ഞിരുന്നു, യൂസ്ഡ് ഫോർ ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് ഡ്രഗ് സസെപ്റ്റബിൾ ടി ബിക്കും. സെക്കൻഡ് ലൈൻ ഡ്രഗ് എന്തിനു യൂസ് ചെയ്യുന്നത്? ഡ്രഗ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ടി ബിക്കുമാണ്. ദെൻ ട്രീറ്റ്മെൻറ്റ് ഓഫ് ട്യൂബർക്കുലോസിസ്. ദ എയിംസ് അറ്റ് interrupt
transmission by rendering patients non-infectious, prevent morbidity and death by curing patient, prevent the emergence of drug resistance and prevent relapse. Then there are multi-drug therapies, short-course chemotherapy, two-phase chemotherapy and dose strategy. Multi-drug therapy എന്ന് പറയുമ്പോൾ combining of more than one drug for rapid and effective killing of tubercle bacilli. More than one drug in a combination. Short-course chemotherapy എന്ന് പറയുമ്പോൾ lasting for about 6 months. And then two-phase chemotherapy എന്ന് പറയുമ്പോൾ intense phase and continuous phase ഉണ്ട്. Intense phase aims at aggressive treatment with multiple anti-tuberculosis drugs that rapidly kills the bacilli, making the smear negative. Followed by continuous phase, the aims at killing the remaining dominant bacilli and prevent relapse. DOTS strategy എന്ന് പറയുമ്പോൾ recommended by the NTEP and WHO. The entire treatment courses are supervised to improve the patient's complaints, and treatment response is also monitored by the sputum smear microscopy at the end of each phase. Then universal DST. The first performing CB-NAT to determine the rifampicin susceptibility, followed by line probe swab. ഇവിടെ റിഫാമ്പിസിൻ സെൻസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ LPS പെർഫോംഡ് ഫോർ ദി അതർ ഫസ്റ്റ് ലൈൻ ഡ്രഗ്സ്, ആൻഡ് ഇഫ് റിഫാമ്പിസിൻ റെസിസ്റ്റൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് പെർഫോംഡ് ഫോർ ദി സെക്കൻഡ് ലൈൻ ഏജൻസ് സച്ച് ആസ് ഫ്ലൂറോക്വിനോലോൺസ് ആൻഡ് സെക്കൻഡ് ലൈൻ ഇൻജെക്റ്റബിൾ ഏജൻസ്. ഫസ്റ്റ് റിഫാമ്പിസിൻ സെൻസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ഫസ്റ്റ് ലൈൻ ഡ്രഗ് സെൻസിറ്റീവ് ആണെന്ന് നോക്കും. ഇപ്പോൾ റെസിസ്റ്റൻ്റ് ആണ്, റിഫാമ്പിസിൻ റെസിസ്റ്റൻ്റ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, സെക്കൻഡ് ലൈൻ ഡ്രഗ് ഏതെങ്കിലും റെസിസ്റ്റൻ്റ് ആണോ സെൻസിറ്റീവ് ആണോ എന്നുള്ള കാര്യങ്ങൾ നോക്കും. ഇപ്പോൾ പറഞ്ഞ അതേ കാര്യങ്ങളാണ് ഈ ഫ്ലോ ചാർട്ടിൽ പറയുന്നത്. ഇൻ ഓൾ കേസസ് ഓഫ് TB CB-NAT റിഫാമ്പിസിൻ റെസിസ്റ്റൻറ്റ് TB ആണോ അതോ റിഫാമ്പിസിൻ സെൻസിറ്റീവ് TB ആണോ നോക്കും. റെസിസ്റ്റൻ്റ് ആണെങ്കിൽ സെക്കൻഡ് ലൈൻ ഡ്രഗ്സിൻ്റെ എന്ത് നോക്കും, LPA നോക്കും, ദാറ്റ് ഈസ് ലൈൻ പ്രോബാസിൻ നോക്കും. ഇപ്പോൾ റിഫാമ്പിസിൻ സെൻസിറ്റീവ് ആണെങ്കിൽ എന്താ, ഫസ്റ്റ് ലൈൻ ഡ്രഗ്സിൻ്റെ LPO ലൈൻ പ്രോബാസിൻ നോക്കും. ആൻഡ് മറ്റ് ഡ്രഗ്സിനോട് സെൻസിറ്റീവ് ആണോ എന്നുള്ളതാണ് ഫസ്റ്റ് ലൈൻ ഡ്രഗ്സിൽ നോക്കുന്നത്. സെക്കൻഡ് ലൈൻ ഡ്രഗ്സ് ആകുമ്പോഴത്തേക്ക് ഫ്ലൂറോക്വിനോലോൺ ഇങ്ങനത്തെ ഡ്രഗ്സിനോടൊക്കെ ഇവർ സെൻസിറ്റീവ് ആണോ റെസിസ്റ്റൻ്റ് ആണോ എന്നുള്ളതാണ് നോക്കുന്നത്. ദിസ് ഈസ് ദി ട്രീറ്റ്മെൻറ്റ് റെജിമെൻറ്റ്. ഇതിനകത്ത് സെൻസിറ്റീവ് ആയിട്ടുള്ള TBക്ക് ആണെങ്കിൽ HRSD ആണ് യൂസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഐസോനിയാസിഡ്, റിഫാമ്പിസിൻ, പാരസിനമൈഡ് ആൻഡ് എത്താംബ്യൂട്ടോൾ. വേറെ ഡ്രഗ് റെസിസ്റ്റൻ്റ് ആണെങ്കിലോ REZ വിത്ത് LF. ദെൻ മൾട്ടി ഡ്രഗ് റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ മോർ ദാൻ വൺ ഡ്രഗ് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് ലൈൻ ഡ്രഗ്സ് ഒക്കെ ചേർത്തത് 7 ഡ്രഗ്സോളം ആഡ് ചെയ്തിട്ടുണ്ട്. വേറെ മൾട്ടി ഡ്രഗ് ആൻഡ് Z MDR മാത്രമല്ല XDR കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ഇതേപോലെ തന്നെ ഇത് മന്ത്സ് കൂടും. 6 to 8 മന്ത്സോളം ആയിരിക്കും ഇൻറ്റൻസീവ് ട്രീറ്റ്മെൻറ്റ്. ഇവിടെ 12 മന്ത്സോളം വരും. ഡ്രഗ്സിൻ്റെ നമ്പറും കൂടും. ആൻഡ് ട്രീറ്റ്മെൻറ്റ് റെജിമെൻസ് ഒക്കെ ഫാർമക്കോളജിയിലാണ് കുറച്ചും കൂടെ ഇമ്പോർട്ടൻറ്റ്. ഇവിടെ ഫസ്റ്റ് ലൈൻ ഡ്രഗ്സ് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഇതാണ് ഫസ്റ്റ് ലൈൻ ഡ്രഗ്സും അതിൻ്റെ ഡ്രഗ് റെസിസ്റ്റൻറ്റ് ജീൻസും. ഐസോനയാസിഡ് ആണെന്നുണ്ടെങ്കിൽ INHA ആൻഡ് CAG ഈ 2 ജീൻ ഇവരെയാണ് റെസിസ്റ്റൻസ് വരുന്നത്. റിഫാമ്പിസിൻ ആണെങ്കിലോ RPOB, പാരസിനമൈഡ് ആണെങ്കിൽ PNCA ആൻഡ് എത്താംബ്യൂട്ടോൾ RPSL, സ്ട്രെപ്റ്റോമൈസിൻ RPSL, RRS ആൻഡ് STRA. ഫ്ലൂറോക്വിനോലോൺ ആണെങ്കിൽ GYR, GYR A and B. സോ ഇതത്ര ഇമ്പോർട്ടൻ്റ് അല്ല എന്നാണ് ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്നുള്ളൂ. ആൻഡ് റെസിസ്റ്റൻസ് ഓഫ് ആൻറ്റിബയോട്ടിക് ഡ്രഗ്സ്, ആൻറ്റി-ട്യൂബർകുലോസിസ് ഡ്രഗ്സ്. മോണോഡ്രഗ് റെസിസ്റ്റൻസ് ഉണ്ട്, ഏതെങ്കിലും ഒരു ഫസ്റ്റ് ലൈൻ ഡ്രഗ്സിനോട് റെസിസ്റ്റൻസ് കാണിക്കാം. പോളി ഡ്രഗ് റെസിസ്റ്റൻസ് ഉണ്ട്, മോർ ദാൻ വൺ ഡ്രഗിനോടുള്ള റെസിസ്റ്റൻസ് കാണിക്കാം. റിഫാമ്പിസിൻ റെസിസ്റ്റൻസ് ഉണ്ട്, ദാറ്റ് ഡിപ്പെൻഡ് ആസ് റിഫാമ്പിസിൻ റെസിസ്റ്റൻസ് വിത്ത് ഓർ വിത്തൗട്ട് റെസിസ്റ്റൻസ് ടു അതർ ആൻറ്റി-ട്യൂബർകുലോസിസ് ഡ്രഗ്സ്. It includes any resistance to rifampicin in the form of mono resistance, poly resistance and MDR or XDR. Multi-drug resistance definition in the multi-drug resistant TB is defined as the resistance to both isoniazids and rifampicin with or without resistance to other first line drugs. other first line ഡ്രഗ്സിനോട് കൂടാതെ ചിലപ്പോൾ അവർക്ക് റെസിസ്റ്റൻസ് വരാം. ഇവിടെ ഐസോനയാസിഡിനോടും റിഫാമ്പിസിനോടും റെസിസ്റ്റൻസ് ഉണ്ടാവും. Then XDR എന്ന് പറഞ്ഞാൽ എന്താ, എക്സ്റ്റെൻസീവ്ലി ഡ്രഗ് റെസിസ്റ്റൻറ്റ് TB. ഡെഫിനിഷൻ എന്താ, MDR TB കേസസ് വിച്ച് ആർ ഓൾസോ റെസിസ്റ്റൻറ്റ് ടു ദി ഫ്ലൂറോക്വിനോലോൺ അറ്റ്ലീസ്റ്റ് 1 second line injectable agents ആണെങ്കിൽ they are called XDR, extensively drug resistant TB.
ആൻഡ് ഇവിടെ ട്രീറ്റ്മെൻറ്റ് വരുന്നത് എക്സിയർ ഹാസ് എ വെരി റാപ്പിഡ്ലി പ്രോഗ്രസീവ് ക്ലിനിക്കൽ കോഴ്സ് വിത്ത് ഹൈ mortality. The NTEP regimen is even more prolonged with the use of higher number of second line agents. ഇവിടെ ഡ്രഗിൻ്റെ എണ്ണമായിരിക്കും കൂടുന്നത്. This is about tuberculosis. Thanks for watching.